മക്കളെ വണക്കം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ചൊക്കെ ചുരുക്കി നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതായത് കൂടുതൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ക്യാപ്റ്റൻസി, നമ്മുടെ ദാന മനസ്സായിട്ടുള്ള ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരോട് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, അൻഷിതയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പേർക്ക് ഇദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച ആൾക്കാർക്ക് അവർക്ക് നല്ലതായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് പേരോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൗന്ദര്യം പറയാണ് അൻഷിതയ്ക്ക് മാത്രം ഫേവറബിൾ ആയിരുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അത്. ബാക്കിയുള്ളവരോടെല്ലാം ഭയങ്കരമായിട്ട് ചൂടാകുന്ന റൈസ് ആവുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, മറ്റൊരാൾ എടുത്ത് പറയാൻ നിങ്ങൾ അൻഷിതയ്ക്ക് മാത്രം പറയുന്നുള്ളൂ, നമുക്ക് അത് ഫേവറബിൾ ആയിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ഒച്ച വെച്ച് പറയുന്നു, അവളോട് മാത്രം അത്രയ്ക്കില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ക്യാപ്റ്റനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ലിൻ എന്നിട്ട് പറയണ്ടേ, നമ്മളോട് ഇങ്ങനെ കത്തി സംസാരിക്കും, എന്നിട്ട് ഇപ്പുറത്തെ അൻഷിത നിൽക്കുകയാണെങ്കിൽ പറയും ഏമാ ഇപ്പിടി പണിരേമാ അങ്ങനെ ചോദിക്കുമെന്ന്. അങ്ങനെയുള്ള ഒരു പാർഷ്യാലിറ്റി ഉണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സേതുപതി സാർ ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റനിൽ എന്തിനാണ് അങ്ങനെ പാർഷ്യാലിറ്റി, അങ്ങനെ ഒരു കാര്യം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, എന്നാൽ അൻഷിത എന്നെ ചെയ്താലും എന്തൊരു ഗെയിമിൽ എന്ത് പറഞ്ഞാലും നമ്മൾ കൂളായിട്ട് വിശാൽ കൺട്രോൾ ചെയ്യുന്നുവെങ്കിലും പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര സൗണ്ടാണ്, ക്യാപ്റ്റന് ഭയങ്കര സൗണ്ടായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. തർഷിക പോയതിന് പിന്നാലെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം കേട്ടോ. അടുത്തത് വന്നിട്ട് മുത്തുക്കുമറിൻ്റെ കാര്യമാണ്. മുത്തുക്കുമറിൻ്റെ ഗെയിം, അതായത് ക്യാപ്റ്റൻസിയുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതിനോട് മുത്തുക്കുമർ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അത് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റാത്തൊരു എക്സ്പ്ലനേഷനാണ് തരുന്നത്. മുത്തുക്കുമർ ആയതുകൊണ്ട് അതൊട്ടും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാൾ മുത്തുക്കുമറിൻ്റെ ഗെയിം അത് സൂപ്പർബായിരുന്നു. അത് ഈ ഒറ്റ കളി കൊണ്ട് ഇല്ലാണ്ടാക്കി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഏത് ഗെയിം കൊടുത്താലും മുത്തുക്കുമർ സൂപ്പറായിട്ട് കളിക്കുമെന്ന് നമുക്ക് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ ഗെയിമിൽ നമുക്ക് അത്രയ്ക്ക് അത് കണ്ടപ്പോൾ നമുക്ക് ഇത്രയും നാൾ കളിച്ചിട്ട് വന്ന മുത്തുക്കുമറിൻ്റെ ഗെയിമിൽ ഇല്ലാണ്ടായി, അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ദീപക്കാണ് പറയുന്നത്. വലിയൊരു ബോളാണ്, ചെറിയ ബോളായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ഡിഫെൻഡ് ചെയ്യാനെങ്കിൽ അധികം കൈയൊന്നും ഉയർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ ഒന്നും അനക്കാതെ ഇങ്ങനെ തന്നെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗോൾ അടിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് സംശയമാണ് സാർ എന്ന് ദീപക്ക് പറഞ്ഞത്. അതേപോലെ ഞങ്ങൾക്കും സംശയമാണ് സാർ, അങ്ങനെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതേപോലെ തന്നെ റയാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിൻ്റെ ബേസിലാണ് ഏതൊരു ഗെയിം കൊടുത്താലും നമ്മുടെ മുത്തുക്കുമർ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുകയും വിൻ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ അതേപോലെ എന്തോ ഒരു കാര്യം ഇതിൽ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്ന് മുത്തുക്കുമറിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം എന്തോ ഏകദേശം മുത്തുക്കുമറിൻ്റെ സൈഡായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഗെയിം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്താണ് സങ്കടപ്പെട്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും കൂടെ സൗന്ദര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കുകളും പവിത്രയ്ക്ക് വേണ്ടി മുത്തുക്കുമർ വിട്ടുകൊടുത്ത പോലെയും തോന്നി. പക്ഷേ അടുത്ത ആഴ്ച മേ ബി പവിത്ര ഔട്ടായി കഴിഞ്ഞാൽ 13ാമത്തെ ആഴ്ചയിലേക്ക് ഡയറക്റ്റ് എൻട്രി എന്നുള്ളൊരു കാര്യം അസാധുവായി പോവാമായിരിക്കാം മേ ബി. അത് കാരണം കൊണ്ടായിരിക്കും ഇതിലേക്ക് ക്യാപ്റ്റൻസി എടുത്ത് കളഞ്ഞത് ബിഗ് ബോസ്. അതൊക്കെ ആലോചിച്ച് നമുക്ക് ഇനി ഗെയിം ഒരു 4 ആഴ്ചയും കൂടി ഉള്ളൂ, അത് കഴിയുമ്പോൾ എൻഡഡ് ആണ്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ കളിക്കുക, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് കളിക്കുക. മുത്തുക്കുമറൊക്കെ നല്ലതായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും എന്തോ ഒരു സംതൃപ്തി കുറവ് പോലെ തോന്നുന്നു എന്ന് വേണം പറയാനായിട്ട്. അടുത്തത് വന്നിട്ട് നമ്മൾ വീട്ടിനകത്തിരിക്കുന്നവരെല്ലാം വെളിയിൽ പോകുന്നതിൽ അവർക്ക് സങ്കടം, പക്ഷേ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ എന്ന് ഓഡിയൻസിനോട് നമ്മുടെ സേതുപതി സാർ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ വീട്ടിലിരിക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ ആരും കൈവക്കത്തില്ല. ആർക്കെങ്കിലും പോകാൻ താല്പര്യം കാണോ? ഇല്ല. പക്ഷെ അൻഷിതയ്ക്ക് പോകണോ എന്ന് പറഞ്ഞ് അൻഷിത പോലും കൈവക്കുന്നില്ല.
അപ്പം എന്താ പറയേണ്ടത്, എൻ്റെ കണ്ടസ്റ്റൻസിനെ എനിക്കറിയില്ലേ, അവർ കൈവെക്കും, എന്നോടേ മത്സരിക്കും. ഇവരാദ്യമേ അടി ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ ഫ്രണ്ടാന്ന് പറയും, പിന്നെ അതിമേ പിന്നെ അടി ഉണ്ടാക്കും. അങ്ങനെ തന്നെയാണ് എൻ്റെ കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ ആഴ്ച എവിക്റ്റഡ് ആകുന്നത് നമ്മുടെ രഞ്ജിത്താണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി രഞ്ജിത്തായിരിക്കും എവിക്റ്റഡ് ആവുന്നത്. കാരണം ഇത്രയും പേരിൽ കുറവ് ഓട്ടുള്ളതും നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പം രഞ്ജിത്താണ് ഔട്ടായിട്ടുണ്ടായിരുന്നത്. രഞ്ജിത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ സ്റ്റേജിലുണ്ടായിരുന്നു. എന്നിട്ട് ഔട്ടാന്ന് പറഞ്ഞ് എല്ലാം യാത്ര പറഞ്ഞ് ട്രോഫിയും പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പൊട്ടിച്ചിട്ട് പിന്നെ നണ്ടുമുണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറും കൈകരുത്. അതൊരു പുതിയ തരത്തിലുള്ള ഒരു കലാചാരത്തെ കാണിക്കുന്നതാണല്ലോ നണ്ടുമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡിസൈനിനുള്ള ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്റ്റേജിൽ വരികയും പിന്നെ വീഡിയോസ് കാണുകയും ഭാര്യയെ കാണുകയും ഒക്കെ ചെയ്തു. എല്ലാവരും ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും ഗെയിം നന്നായിട്ട് കളിക്കൂ എന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ട് വിജയ് സേതുപതി സാർ പോകുന്നു. ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ഇനി ഈ വീക്കില്ല, ഇനി 3 വീക്കും കൂടി ഉള്ളൂ. അത് നന്നായിട്ട് കളിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്തേപോലെ ആവാതിരിക്കുക എന്നാണ് പറയാനുള്ള. ഒരൊറ്റ വീക്ക് കൊണ്ട് മതി എല്ലാം മാറാനായിട്ടല്ലേ. അപ്പം നാളത്തെ വീഡിയോയുടെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.